ഈ ഫീൽഡിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ലേ. ഞാനൊരു 35 വർഷം. കാരണം 15, എനിക്കിപ്പോൾ 50 വയസ്സാണ്. 15 വയസ്സിൽ ഞാൻ ഈ വർക്കിന് ഇറങ്ങിയതാണ്. സ്റ്റാർട്ടിങ് മറ്റേ ഈ വർക്കായിരുന്നില്ല. 1.5 മാസത്തോളം ഞാനൊരു മോട്ടോർ വൈൻഡിങ്ങിൻ്റെ ഷോപ്പിലാണ് പോയത്. അതിനുശേഷം എനിക്ക് ഈ വർക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ എന്താ പറയുക, എന്നെ സംബന്ധിച്ച് ഈ വർക്ക് എൻ്റെ ഇഷ്ടത്തിന് കിട്ടിയ വർക്കാണ്. അത് സാധാരണ ആർക്കും അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് ഇന്ന വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്യണം അതെനിക്ക് കിട്ടണമെന്ന് അത് കിട്ടില്ല. പക്ഷെ ഞാനിത് എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തിട്ടുള്ള വർക്കാണ്. ഒരു 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. എത്ര വർക്കേഴ്സ് ഉണ്ട് എൻ്റെ കീഴിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ, അതായത് മുമ്പ് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ തമിഴ്നാട്ടിലെ പൈപ്പ് ടവറൊക്കെ ഞാൻ LT വർക്കിങ് ചെയ്തിട്ടുണ്ട്, വയറിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സബ് കോൺട്രാക്റ്റാണ്, വേറെയും വർക്കേഴ്സ് ഉണ്ടാവും അവിടെ. സബായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അന്നൊക്കെ എൻ്റെ കൂടെ 60 വർക്കേഴ്സാണ് ഉണ്ടായിരുന്നത്. ഹോട്ടൽ ഫീൽഡിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? ഏത് രാത്രി വിളിച്ചാലും പോകും. ഏത് രാത്രി ആയാലും ഏത് പകലായാലും പോകും. വർക്കിൻ്റെ കാര്യത്തിൽ യാതൊരു ഇതില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ആദ്യം വർക്ക്, അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ ചെയ്യും. രാത്രി ഒരു 12 മണി അല്ലെങ്കിൽ ഒരു 2 മണി നേരത്താണ് കോള് വരുന്നത്. ഇവിടെ കറണ്ടില്ല, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, സപ്ലൈ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏറ്റു പോകും. അത് എവിടേക്കാണെങ്കിൽ ആര് വിളിച്ചാലും. ഈ ഫീൽഡിൽ ഈ മറ്റുള്ളവർക്ക് പറ്റിയ ഒരു അഡ്വൈസ് എന്താണ് കൊടുക്കുക? അതിൽ ആത്മാർത്ഥത കാണിക്കുക, അത്രേ ഞാൻ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെയും നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലിൻ്റെ വർക്കാണ്. അതിൽ എന്തെങ്കിലും പാകപ്പഴകളോ എന്നാൽ ജീവന് തന്നെ ആപത്താണ്. അപ്പോൾ അത് ഭംഗിയായിട്ടും ആത്മാർത്ഥമായിട്ടും സുരക്ഷിതത്തോടു കൂടി ചെയ്യുക, എനിക്ക് പറയാം. ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ലേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വർക്ക് ചെയ്യണം. അല്ലാതെ കുറേ ആൾക്കാരുണ്ട്, എനിക്കൊരു ജോലിയും കിട്ടിയില്ല, അപ്പോൾ ഞാൻ ഈ പണിക്ക് പോകണം. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയില്ലേ, 10ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി. അപ്പോൾ ആൾക്കാർ അന്ന് ഇലക്ട്രിക്കലിൻ്റെ പണിക്ക് പോവുക. വരുന്ന ആൾക്കാർ ഏറ്റവും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് എൻ്റെ അടുത്ത്. ഞാനൊക്കെ പണിക്ക് പോയപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല, എനിക്ക് ഒറ്റ പൈസ തരില്ല, ഒന്നും തരില്ല. ആ കൂടി ആശാന്മാരുടെ കയ്യിൽ നിന്ന് തെറിയും വഴക്കും കാര്യങ്ങളും. തെറിയെന്ന് പറഞ്ഞാൽ അസല് തെറിയെന്ന് പറയും, അതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ഇവിടെയാണ് അടിക്കിട്ട്, എനിക്ക് പേരടി എഴുതിൽ അടി കിട്ടും. അങ്ങനെയൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ അത് ഡെയിലി 2 രൂപയായി, പിന്നെ അത് 5 രൂപയായി, പിന്നെ അത് 10ആയി, പിന്നെ അത് 20ആയി. അങ്ങനെ കയറി വന്ന് ഒരു 70 രൂപ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാരുടെ കൂടെ. പിന്നീട് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങി. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്, ആത്മാർത്ഥമായിട്ട് ചെയ്യുക. പിന്നെ ഒരു പണി കിട്ടിയില്ല, അത് കാരണം കൊണ്ട് ഞാൻ ഈ പണി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നൊരു കാര്യമില്ല. അപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ബോധിപ്പിക്കാനായിട്ട് വർക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പൊടിയും കാര്യങ്ങളോ പൊടി ആയിക്കോട്ടെ, നമുക്കതുകൊണ്ട് വിരോധമൊന്നുമില്ല. വർക്ക് കറക്റ്റ് ആവണം, അതാണ് നമ്മുടെ ആവശ്യം.